ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അരുത് ഡേവിസേ, ആന്റണി, വിട്. വിട്. ഡേയ്സ് നിന്റെ കൂടെ പറപ്പ. അവളുടെ രക്തം ഭൂമിയിൽ വീഴുക എന്ന് പറഞ്ഞാ നിന്റെ രക്തം വീഴുന്നതിന് തുല്യമാ. എന്റെ മരുമകളായി ഞാൻ അവളെ മനസ്സുകൊണ്ട് സ്വീകരിച്ചു കഴിഞ്ഞു. നീയും സ്വീകരിക്കേണ്ടി വരും. നിങ്ങൾ സ്വീകരിച്ചോ? ദേ, മകനെ മരുമകളെ 4 ആളുടെ മുന്നിൽ വധൂവരന്മാരായി അണിയിച്ചൊരുക്കി പ്രതിഷ്ഠിക്കുകയും ചെയ്തോ. പക്ഷേ ഇതൊക്കെ അറിയുമ്പോഴേ ആ യോഹന്നാന്റെ കുടുംബത്തുണ്ടാകാൻ പോകുന്ന ഭൂകമ്പത്തെക്കുറിച്ച് ഇടയ്ക്കൊന്ന് ഓർക്കുന്നത് നല്ലതാ. അയാള് പടയും പട്ടാളമായി ഈ കുടുംബത്തേക്ക് കയറി വരും. അയാൾക്ക് പറ്റുന്നതൊക്കെ അയാള് ചെയ്ത് ഒപ്പിക്കുകയും ചെയ്യും. ദേ, ഇവളെ ഇവിടുന്ന് പിടിച്ചിറക്കിക്കൊണ്ട് പോവുകയും ചെയ്യും. എടി, അതിന് യോഹന്നാൻ ഒരിക്കൽ കൂടി ഒരു പൊടിക്ക് തന്റെ ഉള്ള മറ്റൊരു തന്തയ്ക്ക് ജനിക്കണം. ഇതേ മാണിക്കോത്ത് കുടുംബ വീടാ. ഇതിന്റെ മുറ്റത്ത് കാലെടുത്ത് വെക്കുന്ന ശത്രുവിന് പോലും മഹേന്ദ്രൻ കൽപ്പിക്കുന്ന അന്തസ് വേണം. യോഹന്നാനും മകനും ആദ്യം അത് ഉണ്ടാവട്ടെ, എന്നിട്ട് തീരുമാനിക്കാം ബാക്കി കാര്യങ്ങള്. കൊത്തു കിട്ടി അടങ്ങുന്നും പറഞ്ഞ് പാമ്പിന്റെ മാളത്തിലേക്ക് തലയും കൊണ്ട് ചെല്ലുന്ന ആളിന്റെ അടുത്ത് ഇനി ഞാനായിട്ടൊന്നും പറയുന്നില്ല. അനുഭവത്തിൽ വരുമ്പോ പഠിച്ചോളൂ. നിനക്കെന്താടി പേടിയുണ്ടോ എന്റെ കൂടെ ജീവിക്കാൻ? എടി, സിംഹക്കൂട്ടി ജീവിക്കുമ്പോ സിംഹമായില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു പുലിക്കുട്ടിയെങ്കിലും ആകാൻ നോക്കണം. അല്ലാതെ പൂച്ചക്കുട്ടിയായിട്ട് ജീവിക്കാൻ പോയാലേ പേടി കൊണ്ട് ഒരു പോള കണ്ണടയ്ക്കാൻ പറ്റില്ല. പിന്നെ അടയ്ക്കാം, എന്നേക്കുമായിട്ട് വിധിക്ക് കീഴടങ്ങിക്കൊണ്ടുള്ള ഒടുക്കത്തെ അടയ്ക്കൽ. എടി, നിന്നെ പോലെയൊക്കെ ഉള്ളവർക്ക് അത് തന്നെയാ വേണ്ടത്. മാണിക്കോത്ത് മഹേന്ദ്രന്റെ വേല കളയാനായിട്ട് കൂടെ കൂടിയിരിക്കുന്നവള് പൊയ്ക്കോണം അപ്പുറത്ത്. എന്നിട്ടേ അടുക്കളയില് വല്ല പണിയുണ്ടോ നോക്ക്. അല്ലാതെ ഭാരിച്ച കാര്യങ്ങളിലൊക്കെ അഭിപ്രായം പറഞ്ഞിട്ട് സ്വയം ഇങ്ങനെ ചെറുതാകാൻ നിക്കല്ലേ. ഞാൻ ഇനി ഇക്കാര്യത്തിൽ ഒന്നും പറയുന്നില്ല. അനുഭവം ഗുരുവെന്നാണല്ലോ. ഇപ്പൊ മോൻ ആശുപത്രിയില്ല. ഇനി നമുക്കൊരു മോള് മാത്രമേ ഉള്ളൂ, ചന്ദ്ര. അവളെ കൂടി ഇല്ലാതാക്കി കളയരുത്. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒന്ന് നിന്നേ. അങ്ങനെ ഒരു പേടി നിനക്കുണ്ടെങ്കില് നിനക്ക് നിന്റെ മോളെയും വിളിച്ചോണ്ട് നിന്റെ വീട്ടിൽ പോയി നിൽക്കാം. ഞാൻ എന്തായാലും ഒരിടത്തേക്കും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. വരുന്നത് എന്താണെന്ന് വെച്ചാ നേരിടാൻ തന്നെയാ പോകുന്നത്. മഹിയേട്ടൻ നീ തന്റെ അടുത്തിന് പലതും ചോദിച്ചു വാങ്ങിക്കും. അത് നിങ്ങളുടെ സ്വഭാവത്തിന്റെയാ. യോഹന്നാന്റെ മകൾക്കുണ്ടായ സങ്കടം നമ്മുടെ മകൾക്കുണ്ടായി കാണാൻ യോഹന്നാൻ ശ്രമിക്കാതിരിക്കട്ടെ. എനിക്കത്രേ പറയാനുള്ളൂ. എന്തും ചെയ്യുന്ന കുഴപ്പക്കാർക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാലോ. ഓർത്താ നല്ലത്. നോക്കിക്കോ. അപ്പ ഇനി പ്ലാമൂട്ടിൽ തല ഉയർത്തിപ്പിടിച്ച് ആരും ജീവിക്കണമെന്നില്ല. എന്താടാ ഉണ്ടായത്? നീ കാര്യം പറ. ഇനി ഇതിൽ കൂടുതൽ എന്തുണ്ടാവാനാ? മകള് പ്ലാമൂട്ടുകാരുടെ അന്തസ്വാഭിജാത്യവും വാനോളം ഉയർത്തിയിരിക്കുകയല്ലേ. ഇവിടെ എന്താന്ന് വെച്ചാ മനസ്സിലാകുന്ന ഭാഷയെ പറ. ഡെയ്സി എന്ത് ചെയ്തെന്നാ നീ പറയുന്നേ? അവള് മാണിക്കൊത്ത് താമസം തുടങ്ങിയെന്ന്. എന്താ എന്താ നീ പറഞ്ഞത്? ശിവന്റെ പെണ്ണായിട്ട് അവൾ അവിടെ കുടിയേറി പാർത്തെന്ന്. മാണിക്കോത്തെ മഹേന്ദ്രനും കുടുംബവും അവളെ മരുമകളായി അംഗീകരിച്ചു. അവളിപ്പോ അവന്റെ ഭാര്യയായെന്ന്. എന്റെ കർത്താവെ, ചതിച്ചോ? ചതിച്ചത് കർത്താവും പള്ളിക്കാരും ഒന്നും അല്ലടി, നമ്മുടെ സ്വന്തം മോള് തന്നെ. ഇനി ഒന്നും നോക്കണ്ടടാ, അവളെ അങ്ങ് കൊന്നിട്ട് വാടാ ആന്റണി. സുപ്രീം കോടതി വക്കീല് വന്നിട്ടായാലും ശരി തന്നെ, നിന്നെ രക്ഷിക്കുന്ന കാര്യം ഞാൻ ഏറ്റടാ. അതിന് തന്നെയാ ഞാൻ ഒരുങ്ങി ഇറങ്ങിയിരിക്കുന്നത്. ഇന്ന് രണ്ടിനെ ഞാൻ തട്ടും. കൂടെ പറഞ്ഞ പെങ്ങളെയാ തീർക്കാൻ പോകുന്നത്. കൈവറയ്ക്കാതിരിക്കാൻ
അപ്പനും അമ്മച്ചി ഒന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചോ. ഹ, അരുത്. ഡേവിസേ, ആന്റണി വിട്. വിട്. ഡേയ്സ് നിന്റെ കൂടെ പറപ്പാ. അവളുടെ രക്തം ഭൂമിയിൽ വീഴുക എന്ന് പറഞ്ഞാ നിന്റെ രക്തം വീഴുന്നതിന് തുല്യമാ. അവൾ അർഹിക്കുന്ന ശിക്ഷ നമ്മൾ കൊടുക്കണം. പിന്നെ കാടുകളൊക്കെ ചെന്നാൽ ഒരു മൃഗവും വേട്ടക്കാരന് ഭക്ഷണമായിട്ടില്ല. അവനതിനെ അവന്റെ തഞ്ചത്തിനും താളത്തിനും പാകമാക്കിയതിനു ശേഷം മാത്രമേ കഴുത്തിന് കത്തിവെക്കാൻ ശ്രമിക്കൂ. മാത്രമല്ല, ഒരു മാനസാന്തരം അത് ഡേയ്സിക്കും കൊടുക്കാവുന്നതാണ്. ഇത്രയൊക്കെ ചെയ്തൊപ്പിച്ച അവൾക്ക് ഇനി എന്ത് മാനസാന്തരം വരാനാ? അങ്ങനെ ഒരു ചിന്ത അവളിലുണ്ടായിരുന്നെങ്കിൽ കുടുംബത്തെ മറന്നുള്ള ഈ പ്രവൃത്തി അവൾ കാണിക്കില്ലായിരുന്നു. അവൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടവളല്ല ഡേവിസേ, മരിക്കേണ്ടവൾ തന്നെയാ. ഡേവിസേ, ആ തോക്കിക്ക് തന്നെ. ആന്റണി, തോക്കല്ല നമ്മൾ ആയുധമാക്കേണ്ടത്, ബുദ്ധിയാണ്. ആന്റണി ഇപ്പൊ അവിടെ പോയി വഴക്കുണ്ടാക്കിയാൽ ഒരു കുടുംബത്തിലെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കേണ്ട വാർത്ത ഒരു നിമിഷം കൊണ്ട് നാട്ടിൽ പാട്ടാകും. നമ്മുടെ ശവക്കുഴി നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മൾ തന്നെ എടുക്കുന്നത് ശരിയല്ലല്ലോ. മോനെ ആന്റണി, ഡേവിസ് പറഞ്ഞതിലും കാര്യമുണ്ട്. ഇതേ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. ഇരുതല മൂർച്ചയുള്ള വാള ഏത് രീതിയിൽ കൊണ്ടാലും ചോര പൊടിയും. ഞാനിപ്പോ ചോദിക്കാൻ പോണ്ടെന്നാണോ നിങ്ങളെല്ലാം പറഞ്ഞു വരുന്നേ? എടാ മോനെ, കളം മാറ്റി ചവിട്ടണം. ചോദിക്കാൻ പോണം, പക്ഷേ അത് ഈ രീതിയിലാകരുത്. അവര് വെക്കുന്ന ഏത് ഡിമാൻഡും അംഗീകരിച്ച് വിവാഹത്തിന് സമ്മതമാണെന്ന് അംഗീകരിച്ച് നമ്മൾ പോണം. അപ്പൻ എന്ത് വിട്ടുതരോപ്പാ ഈ പറയുന്നത്? അവരുടെ കാല് പിടിച്ച് അടിയറോ പറയണോ? അതിലും ഭേദം നമ്മൾ ആത്മഹത്യ ചെയ്യല. എടാ, നമ്മുടെ ലക്ഷ്യം ഡെയ്സി എങ്ങനെ ഇപ്പൊ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുവരാം എന്നത് മാത്രമാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ വഴിയെ അറിയിക്കും. ഇവിടെ ഇപ്പോ പഴയ പള്ളിപ്പറമ്പ് നാടകങ്ങളിലെ ഇതുപോലുള്ള സെന്റി ഡയലോഗുകൾ ഒന്ന് പൊടി തട്ടിയെടുത്താൽ മാത്രം മതി. മഹേന്ദ്രനെയും കുടുംബത്തിനെയും നമ്മൾ കൃത്രിമ സ്നേഹം നൽകി പരിപോഷിപ്പിച്ചിട്ട് ഡെയ്സിയം കൂട്ടി നമ്മൾ ഇങ്ങോട്ട് പോരുന്നു. അപ്പൊ പറഞ്ഞുറപ്പിച്ച കല്യാണം